ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മീൻകറി നമുക്കൊരു 2-3 ദിവസം മുമ്പേ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മീൻകറിയാണ്. പെട്ടെന്നൊന്നും കേടായി പോകാത്ത തരത്തിലുള്ള ഒരു മീൻകറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. 1/2 കിലോ നെയ്മീനാണ്. നമ്മുടെ മീൻകറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ മീൻ കറിയിലേക്ക് നമ്മൾ ചെറിയുള്ളി ഒന്നും ചേർക്കുന്നില്ല. ചെറിയുള്ളി മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് നമുക്കൊരു 2 ദിവസം മുമ്പേ ഉണ്ടാക്കി വെക്കേണ്ട രീതിയിലുള്ള ഒരു മീൻ കറിയാണ്. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും ഒരു 4 പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുമ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ, ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ആ പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 കുടംപുളി അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അത് മുഴുവൻ ഞാൻ ഒഴിക്കുന്നില്ല, ബാക്കി നമ്മൾ മീൻ ചേർക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം മീൻ ഇതിലിട്ട് മിക്സ് ചെയ്യേണ്ടതാണ്. ചൂടോടുകൂടി മീനിട്ട് മിക്സ് ചെയ്യേണ്ട, തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം മീൻ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ മസാല ഇവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മീനിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കണേ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മാത്രമേ മീനിലേക്ക് ഉപ്പും എരിവും പുളിയെല്ലാം നല്ലതുപോലെ പിടിക്കത്തുള്ളൂ. മസാലയൊക്കെ നല്ലതുപോലെ മീനിലേക്ക് പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. മസാല മീനിലേക്ക് പുരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീനുകൾ ചേർത്ത് കൊടുക്കാം. ഈ മസാല കളയരുത്. ഇതിലേക്ക് ബാക്കി പുളിവെള്ളവും മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് വേണം ഇനി മീനിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ബാക്കി പുളിയും ആ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മീൻ കറിക്ക് ഒരുപാട് ചാറൊന്നുമുള്ള മീൻ കറി ആയിരിക്കില്ല. പിന്നെ നിങ്ങൾക്ക് കുറച്ചധികം ചാറ് വേണമെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണേ. ഞാനിവിടെ ഒരുപാട് ചാറോടുകൂടിയല്ല കേട്ടോ വെക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ആ മീനിൻ്റെ ഒപ്പത്തിന് വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഇതുവരെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വേണം ഫ്ലെയിം ഓൺ ആക്കാനായിട്ട്. ഇനി വേണം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അടച്ചു വെച്ച് കൊടുക്കണേ. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒന്നെടുത്ത് ചുറ്റിച്ചു കൊടുക്കാം. ഇനി തവിയിട്ട് ഇളക്കണ്ട കേട്ടോ. അടച്ചു വെച്ച് കൊടുക്കാവേ. മീൻ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. എനിക്കിവിടെ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നെടുത്ത് ചുറ്റിച്ച് കൊടുക്കാം. ഇനി തവിയിട്ട് അധികം ഇളക്കണ്ട. നിങ്ങൾക്ക് ഈ ഒരു ചാറ് വേണമെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി ഒന്ന് ചാറൊന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി അടച്ചു വെക്കുന്നില്ല. മീൻ കറിയൊക്കെ നല്ലതുപോലെ വെന്ത് നന്നായിട്ട് തിളച്ച് സൈഡിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് ഇരുന്ന് കഴിയുമ്പം ഒന്ന് നല്ലതുപോലെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും ചാറൊക്കെ ഒന്ന് കുറുകി വരും കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുവാണേ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട്. പെട്ടെന്ന് കേടാവാത്ത വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഈസ്റ്ററിനൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്